Yes. So, children, today we will study about the digestion. So, what do you mean by digestion? The breakdown of complex components of food into simpler substances. It is called digestion. So, we will study about digestion process today. So, as you can see, so digestion in humans, we are going to study about the digestion in humans. So how the digestion process going on in humans. So we take food, we take in food through the mouth, digest and utilize it. How we take നമ്മൾ വായിൽ കൂടെ ഫുഡ് അകത്തേക്ക് കഴിക്കുകയാണ്, then എന്താണ് അത് വയറ്റിന്റെ ഉള്ളിൽ പോയിട്ട് അത് ഡൈജഷൻ ആയിട്ട് then our body absorb the like nutrients നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യാണ് അല്ലേ. സോ അത് അൺയൂസ്ഡ് പാർട്സ് നമ്മൾക്ക് എല്ലാ പ്രോസസ്സുകളും ലൈക്ക് ഡൈജഷൻ പ്രോസസ്സുകളും ബോഡിക്കുള്ള അബ്സോർപ്ഷനും എല്ലാം കഴിഞ്ഞിട്ട് ഇത് അൺയൂസ്ഡ് പാർട്സ് ഉണ്ടാവും അല്ലേ, വേസ്റ്റ് ആയിട്ടുള്ള പാർട്സ്. ദാറ്റ് ഈസ് ദ അൺയൂസ്ഡ് പാർട്സ് ഓഫ് ദ ഫുഡ് ആർ ഡിഫിക്കേറ്റഡ്, റൈറ്റ്? നമ്മുടെ എനസിൽ കൂടെ അത് വെളിയിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ വായിൽ കൂടെ ഫുഡ് അകത്തേക്ക് വി ടേക്ക് ഇൻ ഫുഡ് ത്രൂ ദ മൗത്ത്, ഡൈജസ്റ്റ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ്, റൈറ്റ്? നമ്മൾ വായിൽ കൂടെ ഫുഡ് അകത്തേക്ക് കഴിച്ചിട്ട് ഇറ്റ് ഗോസ് ത്രൂ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ and whatever nutrients our body needs, it absorbs into our body, and then the unused parts of the food, which is like waste materials, it is defecated through the anus അല്ലേ. anus കൂടെ നമുക്ക് ബോഡിക്ക് യൂസ് ഇല്ലാത്ത സബ്സ്റ്റൻസുകൾ വെളിയിലേക്ക് തള്ളുകയാണ്. ഓക്കെ, so the food processed through a continuous canal which begins at the buccal cavity and ends at the anus. The food passes through a continuous canal which begins at the buccal cavity. Buccal cavity എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടീത്ത് ആൻഡ് ടങ്കിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്സിനെയാണ് ബക്കൽ കാവിറ്റി എന്ന് പറയുന്നത്. സോ ഫുഡിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ വായിൽ കൂടെ ഫുഡ് കഴിക്കുകയാണ് അല്ലെ, അവിടെ നിന്നാണ് നമ്മുടെ ഫുഡിന്റെ ജേർണി, നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്കുള്ള ഫുഡിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വായിൽ ഭക്ഷണം ഇട്ടിട്ട് ദെൻ പല്ല് ഉപയോഗിച്ച് അതിനെ നല്ലോണം ക്രഷ് ചെയ്തിട്ട് ദെൻ വി swallow it. Okay, so the food passes through the continuous canal which begins at the buccal cavity. അവിടെയാണ് ഫുഡിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ends at where? Ends at the anus. anusലാണ് ഫുഡിന്റെ ജേർണി എൻഡ് ചെയ്യുന്നത്, റൈറ്റ്? സോ the food canal, നമ്മൾ ഫുഡ് പോകുന്ന കനാലിനെ we can divide into several compartments. Okay, the first one, as I already told you, buccal cavity. Okay, buccal cavity എന്ന് പറഞ്ഞാൽ എന്താണ്? tongue and mouth and teeth. Okay, so second one is food pipe or esophagus. നമ്മുടെ വായിനകത്തോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു കുഴലിൽ കൂടെയാണ് താഴോട്ട് ഇറങ്ങുന്നത് അല്ലെ, നമ്മുടെ വയറ്റിലേക്ക് ഇറങ്ങുന്നത്. ദാറ്റ് കുഴലിനെയാണ് ഫുഡ് പൈപ്പ്, ഓർ ഐ ഷോ യു ദ ഡയഗ്രാം. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. ആ ഒരു വായിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് താഴോട്ട് വയറിലോട്ട് ഇറങ്ങുന്ന ഒരു പൈപ്പ് വഴിയാണ് ഇറങ്ങുന്നത്. ഓക്കെ, ദാറ്റ് ഫുഡ് പൈപ്പ് ഈസ് കോൾഡ് ആസ് ഈസോഫാഗസ്. ദെൻ ആ പൈപ്പിൽ കൂടെ ഇറങ്ങിയിട്ട് വേർ ദ ഫുഡ് റീച്ചേഴ്സ്. തേർഡ് വൺ ഈസ് സ്റ്റൊമക്. വയറിനകത്ത് ഫുഡ് എത്തുകയാണ് അവിടുന്ന്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം ബക്കൽ കാവിറ്റി, ദെൻ ഇറ്റ് പാസസ് ത്രൂ ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. Then third portion where it reaches into stomach. Then after some processes there, then it passes through fourth one, small intestine. ചെറുകുടൽ എന്ന് പറയുന്നത് അല്ലേ, ഡൈജഷൻ ആമാശയത്തിലുള്ള വയറിലുള്ള ഡൈജഷൻ പാർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് then where it goes next, it goes through small intestine, ചെറുകുടൽ. Okay, fourth one. Then fifth one where it goes, next part it goes to large intestine അല്ലേ, വൻകുടൽ എന്ന് പറയുന്നത്. ദെൻ എൻഡിങ് ഇൻ ദ റെക്ടം. ഓക്കെ, ദെൻ വൻകുടലി ചെറുകുടലിൽ കൂടെ പോയി വൻകുടലിൽ പോയിട്ട് ലാസ്റ്റ് എവിടെ എത്തും? ഏനസിൽ എത്തിക്കഴിഞ്ഞിട്ട് ദ അൺയൂസ്ഡ് പാർട്ട് ഈസ് പുഷ്ഡ് ഔട്ട് അല്ലെ. ഏനസിൽ എത്തിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പാർട്സിനെ വെളിയിലേക്ക് തള്ളും. സോ ഇതാണ് ഒരു ഡൈജഷന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. സോ ടുഗെദർ കോൾഡ് എലിമെന്ററി കനാൽ ഓർ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഈ എല്ലാം കൂടെ എന്താണ് പറയുന്നത്? എലിമെന്ററി കനാൽ ഓർ ഡൈജസ്റ്റീവ് ട്രാക്ട്. Okay, so our digestive canal, okay, starting from mouth ending in the anus, it is divided into various compartments, like starting from the buccal cavity. Okay, second one is food pipe or esophagus. Then third one is stomach. Fourth one is small intestine.
fifth one is large intestine, which is ending in the rectum, and the sixth one is the anus. So together all these organs are called alimentary canal or digestive tract. Okay, so I'll show you the diagram here. You can see. I hope everybody can see diagram. See, you can see mouth, then see salivary. നമ്മുടെ വായിനകത്ത് എന്താണ്, ഉമിനീരുണ്ടല്ലേ. നമ്മുടെ ഫുഡിന്റെ ആദ്യത്തെ സ്മോൾ ഡൈജഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്തിട്ട് then we chew the food. നമ്മൾ പല്ലുകൊണ്ട് ചവച്ചരയ്ക്കുമ്പോൾ അവിടെ നിന്നുള്ള ഉമിനീരും എല്ലാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഓ സ്മോൾ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ മൗത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, ആ ഉമിനീരും നമ്മുടെ പല്ലും രണ്ടും കൂടെ ജോയിന്റ് ആയിട്ട് ആക്ഷൻ ചെയ്തിട്ട് അതിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ദെൻ നെക്സ്റ്റ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ഈസോഫാഗസ്. ഓക്കെ, മൗത്തിൽ ആദ്യം ഫുഡ് എൻറ്റർ ചെയ്തു, ദെൻ എവിടെ നിന്നാണ് വരുന്നത്? ഈസോഫാഗസ്. ഞാൻ പറഞ്ഞില്ലേ ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ പൈപ്പ്. ഓക്കെ, നമ്മുടെ തൊണ്ടയിന്ന് വയറിന്റെയും തൊണ്ടയുടെ ഇടയ്ക്കുള്ള ഭാഗത്താണ് ഈ പൈപ്പ് വരുന്നത്. ഓക്കെ, ഈസോഫാഗസ് ഓർ ഫുഡ് പൈപ്പ്. ദെൻ വേർ ഇറ്റ് ഗോസ്, ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ആമാശയം എന്ന് പറയില്ലേ, അവിടെ ഫുഡിന്റെ പ്രോസസ്സുകളെല്ലാം നടന്നിട്ട്, ഡൈജഷന്റെ പ്രോസസ്സുകളെല്ലാം നടന്നിട്ട് ദെൻ വേർ ഇറ്റ് ഗോസ്, ഫസ്റ്റ് ഇറ്റ് ഗോസ് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ. ഇതാണ് ഈ ചെറുകുടൽ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, യു ക്യാൻ സീ നോ, this is see my cursor, this is the small intestine part. then അവിടുന്ന് എവിടെ പോകും? അവിടുന്ന് ഇങ്ങനെ പോയിട്ട് this is large intestine. ഓക്കെ, ഇവിടുന്ന് വൻകുടലിൽ പോയിട്ട് then it goes to rectum എന്ന് പറഞ്ഞ പോർഷനിൽ പോയിട്ട് ഇത് കണ്ടോ at the end of this large intestine, റെക്ടത്തിൽ പോയിട്ട് അവസാനം ഏനസ് വഴി it will the unused parts, നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്ത പാർട്സുകൾ ഏനസിൽ കൂടെ വെളിയിൽ തള്ളും. so this is entirely called or what alimentary canal or digestive tract, starting from mouth ending in anus, the whole organ system it is called alimentary canal. digestion ഉള്ള ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഈ പാർട്ടുകളെല്ലാം കൂടെ ചേർത്തിട്ട് എന്താണ് പറയുന്നത്? alimentary canal or digestive tract. okay, I hope it's clear. Everybody has saw the diagram. Okay, then what? The food components gradually get digested as food travels through the various components. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ പോർഷനിൽ കൂടെ കടന്നു പോകുമ്പോഴും ഫുഡിന് ചെറിയ ചെറിയ ഡൈജഷൻ നടന്നിട്ട് എൻ്റെ ഫുൾ ആയിട്ടുള്ള ഡൈജഷൻ എവിടെയാണ് നടക്കുന്നത്? ഇൻസൈഡ് ദ ആമാശയം എന്ന് പറയില്ലേ, ഇൻസൈഡ് ദ ഇൻറ്റസ്റ്റൈനകത്ത് ചെല്ലുമ്പോഴാണ് ഫുൾ ആയിട്ടുള്ള ഡൈജഷൻ നടക്കുന്നത്. ദ ഫുഡ് കോമ്പണൻസ് ഗ്രാജുവലി ഗെറ്റ് ഡൈജസ്റ്റഡ് ആസ് ഫുഡ് ട്രാവൽസ് ത്രൂ ദ various compartments. The inner walls of the stomach and the small intestine, salivary glands, the liver and the pancreas secrete digestive juices. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആദ്യം നമ്മൾ വായിൽ ഫുഡ് ആദ്യം എത്തുമ്പോൾ അവിടെ സലൈവറി ഗ്ലാൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ സലൈവറി ഗ്ലാൻസ്? ഉമിനീരെന്ന് പറയില്ലേ, ഉമിനീരും നമ്മുടെ പല്ലും രണ്ടും കൂടെ ഫുഡിൽ ആദ്യം ആക്ഷൻ ചെയ്യുകയാണ്. ഓക്കെ, പല്ലുകൊണ്ട് നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ ഫുഡ് സ്മോളർ പാർട്സ് ആയിട്ട് കൺവേർട്ട് ആവണം. അതിന്റെ എപ്പാർട്ട് ഫ്രം ടീത്ത്, സലേവറി ഗ്ലാൻസ് എന്നുള്ള ഉമിനീരും കൂടെ ആവുമ്പോൾ രണ്ടും കൂടെ ഉള്ള ഒരു ആക്ഷൻ കാരണം അവിടെ ഒരു ചെറിയ തോതിൽ അവിടെ ഫസ്റ്റ് ഫുഡിന്റെ ഡൈജഷൻ നടക്കുകയാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗോസ് ഇൻ ടു ദ ഫുഡ് പൈപ്പ്, ഈസോഫാഗസ്. ദെൻ വേർ ഇറ്റ് ഗോസ്, ഇറ്റ് റീച്ചസ് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? സ്റ്റൊമക്കിന്റെ വോളിനകത്ത് സോ മെനി ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ ദെയർ വിച്ച് aid in the process of digestion. നമ്മുടെ സ്റ്റൊമക്കിനകത്ത് സോ മെനി ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്. So as the food reaches in the stomach, the digestive juices secrete ആയിട്ട് ഫുഡിന്റെ ഡൈജഷൻ അവിടെ നടക്കുകയാണ്. Okay, then after that where it goes to small intestine, then into large intestine, then into rectum, and then anusൽ കൂടെ unused parts it secretes out. Okay, the digestive juices convert complex substances of food into simpler ones. The digestive tract and the associated glands together constitute the digestive system. ഏതൊക്കെ ഓർഗൻസ് ആണ് ഡൈജഷന് ഇൻവോൾവ് ആയിരിക്കുന്നത്? So together it is called digestive system. So digestive juices ആണ് which is present inside the stomach, which is converting the complex substances of food into സിംപ്ലർ വൺസ്. അതായത് മെയിൻ ഡൈജഷൻ എവിടെയാണ് നമുക്ക് നടക്കുന്നത്? ഇൻസൈഡ് ദ ഇൻറ്റസ്റ്റൈൻ, നമ്മൾ ആമാശയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെയിൻ ആയിട്ടുള്ള മേജർ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ഓഫ് ഫുഡ് ഇൻ ടു സിംപ്ലർ വൺസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കാർബോഹൈഡ്രേറ്റ് ഒക്കെ വെരി കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആണ് ഇൻ സ്ട്രക്ചർ. സോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്മോളർ സബ്സ്റ്റൻസസ്
where inside the intestine. അവിടെ നിന്നാണ് then full digestion നടന്നതിന് ശേഷം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് then the unused parts, ബോഡിക്ക് ആവശ്യമില്ലാത്ത പാർട്ടുകളാണ് വേസ്റ്റ് പാർട്സ് ആണ് നമ്മുടെ ഏനസിൽ കൂടെ വെളിയിലേക്ക് പോകുന്നത്. Now I'll share you one video. Yeah, welcome students. It's New Rec, a new YouTube channel for students. Those are Students, please be online. Okay, so network some issues there. It's very slow. so I would like to present all zoology classes for NEET session, both 11th and 12th. Carbohydrate, protein, fat. Additionally, Please don't write in the we screen. require the vitamins and minerals too. So these food substances can be called as various kinds. The carbohydrates are energy providers, proteins are bodybuilders, fat are storage food, stored energy we can say. Vitamins and minerals, they are important components for regulating the body activity. So they can be called as regulators. Let us enter into the topic. The functions of the food. What is the function of the food? The major function of the food is to provide energy, organic materials for growth and repair of tissues. The water we take in as a fluid or in the form of juices or other forms or in their original form. They need to be a medium. ब्रेकफास्ट बेटी है और क्या जी की वाइफ. Let us see what is digestion. The process of conversion of complex food substances into simple observable form. Note this point. It is simple observable form. And this conversion we say digestion. It is carried out by the digestive system by two important methods. They are mechanical method and biochemical method, or mechanical process or biochemical process. It is enabled by the digestive system. You can see here in the diagram the general organization of digestive system in human being. The organic structure starts from buccal cavity, esophagus, stomach, small intestine, large intestine, and finally the anus.
Thrombo So let us enter into the topic. The digestive system that consists of alimentary canal and associated glands. So alimentary canal, you can see here. It is the alimentary canal. Starts from esophagus. And next, it is, so alimentary canal, stomach, esophagus, small intestine and large intestine. And the associated glands that starts from buccal cavity. So starting in buccal cavity, that is salivary gland, next stomach, gastric glands, then liver, pancreas, intestinal glands. All are associated glands. The alimentary canal first we'll see. Alimentary canal starts from buccal cavity. So first one is buccal cavity. Buccal cavity consists of teeth, tongue. The cavity is formed by different structures in our buccal cavity. At front, lips, and sides, cheeks, and top, palate, hard palate, and soft palate, and the bottom or the floor of the buccal cavity is formed by tongue. So next region is pharynx. So the first region, buccal cavity. Second region is pharynx. And the third region is esophagus. Then stomach. Then small intestine. Small intestine. Then the large intestine. Large intestine opens into exterior opening, we call it as anus. We'll say one by one. So children, you got an idea about digestion, right?